അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മൊബൈൽ ഫോണിൽ ഖുർആൻ സൂക്ഷിക്കുന്നവർ, അതുപയോഗിച്ച് ഖുർആൻ ഓതുന്നവർ ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ആ ഖുർആനുള്ള സോഫ്റ്റ്വെയറുള്ള മൊബൈൽ ഫോണോ ടാബോ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, മൊബൈൽ ഫോൺ എന്നുള്ളത് ഖുർആനായി പരിഗണിക്കുന്ന ഒന്നല്ല. മറിച്ച് അതിനുള്ള ആപ്ലിക്കേഷനുകൾ അത് മുസ്ഹഫിൻ്റെ സ്ഥാനത്ത് ആരും പരിഗണിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ മുസ്ഹഫ് ആയി അത് പരിഗണിക്കപ്പെടണമെങ്കിൽ തന്നെ ആപ്ലിക്കേഷൻ തുറക്കണം, അത് മുസ്ഹഫായി. എന്നാൽ നമ്മുടെ യഥാർത്ഥ രൂപത്തിലുള്ള മുസ്ഹഫായി അതിനെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വലിയ വിഭാഗവും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ തുറന്ന് ഖുർആനായത്തുകൾ കാണുന്ന അവസ്ഥയിൽ അത് പ്രകടിപ്പിച്ച് അത് വെളിവാക്കി ടോയ്ലറ്റിൽ പോകുന്നത് ശരിയല്ല. നേരെ മറിച്ച് അത് ആപ്ലിക്കേഷൻ ഷട്ട് ഡൗൺ ചെയ്ത് മൊബൈൽ പോക്കറ്റിലിട്ട് പോകുന്നതിൽ വിരോധമുള്ള കാര്യമല്ല. ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അൽ ജവാലാത്തുൽ ലത്തി ഫീഹൽ ഖുർആൻ ലാ തുഅതബറു മുസ്ഹഫൻ, മൊബൈലിലുള്ള ആപ്ലിക്കേഷനുകൾ മുസ്ഹഫായി പരിഗണിക്കാറില്ല. ലിഅന്നൽ ഖുർആന ഫീഹാ മൗജൂദുൻ അലാ സിഫത്തി ദബ്ദബാത്തി വലൈസ കിതാബത്തുൻ മൻകൂഷ. മൊബൈൽ ഫോൺ അത് സൂക്ഷിക്കപ്പെടുന്ന ഖുർആൻ അത് മെമ്മറി കാർഡുകളിലാണ് സൂക്ഷിക്കുന്നത്. വലൈസ കിതാബത്തുൻ മൻകൂഷ്, അത് കൊത്തിവെക്കപ്പെട്ടിരിക്കുന്ന, രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന രൂപത്തിലുള്ളതല്ല. വലാകിന്നഹു യദ്ഹറു ബിൽ അർളി ഫഇദ ഔരിദ സ്വറ ലഹു ഹുക്മുൽ മുസ്ഹഫ്, അത് ഓപ്പൺ ആക്കുമ്പോഴാണ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോഴാണ് മുസ്ഹഫിന്റെ വിധിയായി പരിഗണിക്കപ്പെടുക. വഅമ്മൽ ജവാലു മഗ്ലൂഖുൻ, അമ്മൽ ജവാലു മഗ്ലൂഖൻ, ഈ മൊബൈലുകൾ സാധാരണ ഓഫാക്കി വെച്ചിട്ട് പോകുന്ന പക്ഷം ഫല ബഅസ യദ്ഖുലു ബിഹിൽ ഇൻസാൻ ഹമ്മാം, ഒരു മനുഷ്യൻ ടോയ്ലറ്റ് പ്രവേശിച്ചാൽ അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഖുർആൻ ആയത്തുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് വെളിവാക്കി അത് ഓപ്പൺ ആക്കി വെച്ച് പോകാതിരുന്നാൽ മതി. ആ മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട് ഖുർആനൊന്നും കാണാത്ത രൂപത്തിൽ ആപ്ലിക്കേഷനൊക്കെ ആ സമയത്ത് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അത് മാറ്റി പോകുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.